ഹലോ ഗൈസ്, ഇന്ന് രാവിലെ തന്നെ എണീച്ചപ്പോ നല്ല മഴയാണ് കേട്ടോ പുറത്ത്. ഈ തണുപ്പ് കാരണം രാവിലെ ഒന്ന് എണീക്കാൻ വയ്യടോ. എമ്മൊരു സുഖാറിയോ കിടന്നുറങ്ങാന്. എങ്ങനെയൊക്കെ എണീച്ച് ഇതാ കിടന്ന കട്ടിലൊന്ന് തട്ടി വിരിച്ച് റെഡിയാക്കുന്നുണ്ട്. കിടന്ന പാടെ എണീച്ച് അതങ്ങോട്ട് സെറ്റാക്കി കഴിഞ്ഞാല് പിന്നെ അടിച്ച് വാരുമ്പോ കഷ്ടപ്പെടണ്ടല്ലോ. പിന്നെ ഞാനിതാ പല്ലുപോര് തേക്കാണ്ട് എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു, ഇന്ന് കൊടുക്കാനുള്ളതായിരുന്നു. അപ്പൊ അത് സെറ്റാക്കുന്ന പരിപാടിയിലേക്ക് നിന്ന്. ചെറിയൊരു ചോക്ലേറ്റ് ഹാമ്പർ ആയിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റാക്കി അതിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അങ്ങോട്ട് വിശപ്പിന്റെ വില്ലി അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ പിന്നെ ദാ നേരെ പോയി പല്ലൊക്കെ തേച്ച് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്ന് ചൂട് വെള്ളപ്പും പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ കറി നല്ല എരുണ്ടായിരുന്നു, അതാണ് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഞാനും നെസ്താത്തും കൂടി മൃഗാശുപത്രി വരെ ഒന്ന് പോയി. എന്തിനാന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടിലൊരു പൂച്ചയുണ്ട്, പേർഷ്യൻ കാറ്റ് ആണ്. അതിനെ ഞാൻ ഇതുവരെ യൂട്യൂബിൽ റിവീൽ ചെയ്തിട്ടില്ല. എനിക്ക് അതിനുള്ള ആ ഒരു ഒഴിവ് കിട്ടാനായിട്ടാണ്. എപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പം ഓളെ വാക്സിൻ വെക്കാൻ വേണ്ടി വന്നതാണ്. ഒരു ഇഞ്ചക്ഷൻ പോലും വെച്ചിട്ടില്ല, അങ്ങനെ അത് വെക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മൃഗാശുപത്രി പോകുന്നത്. അവിടെ ആണെങ്കിൽ ഒരുപാട് വലിയ വലിയ പട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിലത് ഇങ്ങനെ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി കിടക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാ പാത്തൂസിന്റെ നമ്മൾ പാത്തൂസ് എന്നാണ് കേട്ടോ അതിന് പേരിട്ടുണ്ടായിരുന്നത്. പാത്തൂസിന്റെ വാക്സിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഉച്ച ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ചോറ് അങ്ങോട്ട് കഴിച്ചു. കുറച്ച് ചോറും പിന്നെ കുറച്ചധികം സൈഡ് ഐറ്റംസും ഒക്കെ ഇട്ടിട്ടങ്ങായിട്ട് നല്ലൊരു ഫുഡ് അങ്ങോട്ട് കഴിച്ചു. പിന്നെ ഒരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങി. അങ്ങനെ ഉറക്കമൊക്കെ ഉറങ്ങി എണീച്ചപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് ഏകദേശം. അങ്ങനെ പിന്നെ ഞാനും സഫീനയും കൂടി ഒന്ന് സുഡിയോ വരെ പോയി. സുഡിയോയിൽ ഇപ്പം നല്ല ഓഫർ നടക്കുന്നുണ്ട് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ഒരു തേങ്ങയും അവിടെ ഇല്ല. പണ്ടത്തെ കോളേജ് വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് സഫീന അറിയാൻ മതിയാവും. അങ്ങനെ സുഡിയോന്ന് നമ്മൾ സഫീനക്ക് ഒരു ചെരുപ്പും വാങ്ങിയിട്ട് നമ്മൾ നേരെ മാമന്റെ വീട്ടിലേക്കാണ് പോയിണ്ടായിരുന്നത്. അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി ബിരിയാണി കഴിച്ചു, നല്ല ഫുഡായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തി കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹാമ്പർ കൊടുക്കാനുള്ള ടൈം ആയപ്പോൾ നമ്മളത് അവരുടെ വീട്ടിൽ സർപ്രൈസ് ആയിട്ട് കൊണ്ടു കൊടുത്തു. ഒരു കേക്കും ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അത് നല്ല സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. അപ്പൊ നമ്മള് ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് കൊടുത്ത്. പിന്നെ എത്താത്ത പ്രഗ്നന്റും കൂടി ആയിരുന്നു. എനിക്കറിയുന്ന ആളും കൂടി ആയതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് സെറ്റ് ആയി പോയി. പിന്നെ കേക്കും എല്ലാം കൊടുത്ത് മക്കളായിട്ട് കുറച്ചു നേരം വർത്താനൊക്കെ പറയേണ്ട ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. നല്ല പൊരി മഴ ആയിരുന്നു കേട്ടോ. കൂടുതൽ എവിടെ നിൽക്കാനോ ഇരിക്കാനോ ഒന്നും തോന്നിട്ടില്ല. അങ്ങനെ നേരെ നമ്മൾ എവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയി. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അത്രേ ഉള്ളൂ.